ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു. അതിൻ്റെ തെളിവാണ് ദൈവം തൻ്റെ സ്വന്തം പുത്രനായ യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. യേശു കർത്താവ് ഈ ലോകത്തിൽ വന്നതിൻ്റെ പരമപ്രധാനമായ ഉദ്ദേശം മനുഷ്യാശിയെ പാപബന്ധത്തിൽ നിന്നും വിടുവിക്കുക എന്നുള്ളതായിരുന്നു. നമുക്ക് ലഭിച്ച ഈ ദൈവസ്നേഹത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രതിഫലിപ്പിക്കേണ്ടത് ദൈവജനമാകുന്ന നമ്മുടെ ഉത്തരവാദിത്വമാണ്. എന്നാൽ ഈ ദൈവസ്നേഹത്തെ പ്രതിഫലിപ്പിക്കേണ്ടത് ആധികാരികമായ ആശയവിനിമയത്തിലൂടെയാകണം. ആധികാരികത എന്നാൽ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ പറയുവാൻ പാടില്ല എന്നാണ് അർത്ഥം. ദൈവവചനത്തിൻ്റെയും ദൈവശാസ്ത്ര പഠനങ്ങളുടെയും ദൈവിക വെളിപ്പാടിൻ്റെയും ആധികാരികത അതിനാവശ്യമാണ്. ദൈവസ്നേഹത്തെ എങ്ങനെ ആധികാരികമായ ആശയവിനിമയത്തിലൂടെ പ്രതിഫലിപ്പിക്കാമെന്ന് നൽകപ്പെട്ടിരിക്കുന്ന വേദഭാഗങ്ങളിലൂടെ നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായി, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആശയവിനിമയം. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആശയവിനിമയം. സംഖ്യാപുസ്തകം 22-ാം അധ്യായം 21 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ ബിലെയാം എന്ന ഇസ്രായേലിനല്ലാത്ത ഒരു പ്രവാചകനിലൂടെ ദൈവസ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഇവിടെ ഇസ്രായേൽ ജനം മിസ്രയിൽ നിന്നും വിടുവിക്കപ്പെട്ട് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയാണ്. അവരുടെ യാത്ര അത്ര സുഗമമായിരുന്നില്ല. കാരണം ലക്ഷക്കണക്കിന് വരുന്ന ജനവും അവരുടെ കൂടാരങ്ങളും ആടുമാടുകളുമൊക്കെ ഉൾക്കൊള്ളാൻ വലിയ പ്രദേശം തന്നെ വേണമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ യാത്രാമധ്യേ പല രാജ്യങ്ങളുമായും യുദ്ധം ചെയ്യേണ്ടി വന്നു. ദൈവം കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് വിജയം പലപ്പോഴും ഇസ്രായേൽ ജനത്തിനായിരുന്നു. ഇവിടെ ഇസ്രായേൽ ജനം യോർദാന്റെ നദിയുടെ സമീപം മോവാബ് സമഭൂമിയിൽ പാളയമിറങ്ങിയിരിക്കുകയാണ്. അന്നത്തെ മോവാബ് രാജാവായിരുന്ന ബാലാക്ക് ഇസ്രായേൽ ജനത്തെ ഭയപ്പെട്ടു. അവരെ തോൽപ്പിക്കുവാൻ തനിക്ക് കഴിയുകയില്ല എന്ന് തോന്നിയതുകൊണ്ട് അവരെ പരാജയപ്പെടുത്തുവാനുള്ള മാർഗങ്ങൾ അന്വേഷിച്ചു. ദൈവജനത്തെ ശപിക്കുവാൻ ബിലെയാം എന്ന ഇസ്രായേലിനല്ലാത്ത പ്രവാചകന്റെ അടുക്കിലേക്ക് അവനെ വിളിക്കുവാൻ ആളയച്ചു. കാരണം ബിലെയാം അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവരാകും, ശപിക്കുന്നവർ ശപിക്കപ്പെട്ടവരാകും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. മുവാബിലെയും മിദ്യാനിലെയും ജന നേതാക്കന്മാരായിരുന്ന മൂപ്പന്മാർ ബിലെയാമിന്റെ അടുക്കൽ ചെന്ന് ബാലാക്ക് രാജാവിന്റെ ആവശ്യം അവനോട് അറിയിച്ചു. എന്നാൽ ദൈവത്തിന്റെ അരുളപ്പാട് ലഭിക്കാതെ തനിക്ക് ഒന്നും പറയാൻ കഴിയില്ല എന്ന് ബിലെയാം പറഞ്ഞു. അന്ന് രാത്രിയിൽ ബിലെയാമിന് ദൈവദർശനമുണ്ടായി. ബാലാക്കിന്റെ വാക്കുകൾ കേൾക്കരുതെന്നും ഇസ്രായേൽ ജനത്തെ ശപിക്കരുതെന്നും നിർദ്ദേശം നൽകി. ഇക്കാര്യം ബാലാക്കിന്റെ ആളുകളെ അറിയിക്കുന്നു. ഇത് കേട്ട ബാലാക്ക് കൂടുതൽ ശ്രേഷ്ഠരായ പ്രഭുക്കന്മാരെ ബിലെയാമിന്റെ അടുക്കൽ ധാരാളം സമ്പത്തും സ്ഥാനവും ബഹുമാനവും നൽകാമെന്ന വാഗ്ദാനത്തോടുകൂടെ അയക്കുന്നു. ബിലെയാം ആദ്യം ഈ വാഗ്ദാനം നിരസിച്ചുവെങ്കിലും അവന്റെ ഹൃദയം ദ്രവ്യാഗ്രഹത്താൽ നിറയപ്പെട്ടു. ദൈവം ഇത് മനസ്സിലാക്കി. അന്ന് രാത്രി ദൈവം ബിലെയാമിന് പ്രത്യക്ഷപ്പെട്ട് അവരോടുകൂടെ പോകുവാനും എന്നാൽ താൻ പറയുന്ന കാര്യം മാത്രമേ ചെയ്യാവൂ എന്നും പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ബിലെയാം മോവാബിയ പ്രഭുക്കന്മാരുടെ കൂടെ പുറപ്പെട്ടു. കഴുതപ്പുറത്താണ് അദ്ദേഹം യാത്ര ചെയ്തത്. എന്നാൽ അവർ പോകുന്ന വഴിയിൽ ദൈവം തൻ്റെ ദൂതനെ ഊരിയ വാളുമായി നിർത്തി. കഴുത ദൈവദൂതനെ കണ്ട് വഴിമാറിപ്പോവുകയും മതിലിനോട് ചേർന്ന് നിൽക്കുകയും പിന്നീട് നിലത്ത് കിടക്കുകയും ചെയ്തു. ബിലെയാം ഈ ദൂതനെ കാണുന്നില്ല. ഈ 3 പ്രാവശ്യവും ബിലെയാം തൻ്റെ കഴുതയെ അടിച്ചു. കഴുത സംസാരിക്കാൻ ആരംഭിച്ചു. ബിലെയാം തന്നെ അടിച്ചത് എന്തിനാണെന്ന് ചോദിക്കുന്നു. ഉടനെ തന്നെ ബിലെയാം ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന ദൈവദൂതനെ കാണുന്നു. ബിലെയാം ഭയപ്പെട്ടു പോകുന്നു. ദൈവദൂതൻ പറഞ്ഞു, ഇവരോട് കൂടെ പോകാം, എന്നാൽ ഞാൻ കൽപ്പിക്കുന്ന വചനം മാത്രമേ പറയാവൂ എന്ന് അവനോട് പറഞ്ഞു. ബിലെയാമിനെ ബാലാക്ക് എതിരേറ്റ് സ്വീകരിച്ചു. അവനു വേണ്ടി വിരുന്നൊരുക്കി. പിറ്റേ ദിവസം ഇസ്രായേൽ ജനത്തെ കാണിക്കാൻ അവനെ കൊണ്ടുപോയി. ബിലെയാം അവിടെ ദൈവത്തിനൊരു യാഗം കഴിക്കുകയും ദൈവം അവന് പ്രത്യക്ഷനാകുകയും അവൻ പറയേണ്ടുന്ന വാക്കുകൾ അവൻ്റെ വായിൽ നിലി കൊടുക്കുകയും ചെയ്തു. തുടർന്ന് ബിലെയാം ഇസ്രായേൽ ജനത്തെ ശപിക്കുന്നതിന് പകരം അവരെ അനുഗ്രഹിക്കുന്നു. ഇതിൽ അസന്തുഷ്ടനായ ബാലാക്ക് ബിലെയാമിനെ മറ്റൊരു ഭാഗത്ത് കൊണ്ടുപോയി ഇസ്രായേൽ ജനത്തെ കാണിക്കുന്നു. അവിടെയും ദൈവം ബിലെയാമിന് അവൻ്റെ നാവിന്മേൽ പറയേണ്ടുന്ന വചനത്തെ നൽകുന്നു. ബിലെയാം ഇസ്രായേൽ ജനത്തെ വീണ്ടും അനുഗ്രഹിക്കുന്നു. വീണ്ടും മറ്റൊരു സ്ഥലത്തേക്ക് അവനെ കൊണ്ടുപോകുമ്പോൾ അവിടെ വെച്ചും ബിലെയാം ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. ഒടുവിൽ ബിലെയാം ഇസ്രായേൽ ജനം മോവാബിനെ തോൽപ്പിക്കുമെന്ന് പ്രവചിക്കുന്നു.
ഒടുവിൽ ബാലാക്ക് തൻ്റെ പരിശ്രമം ഉപേക്ഷിക്കുന്നു. ഇവിടെ ബിലെയാം ബാലാക്കിൻ്റെ വാക്കുകളേക്കാൾ, അനവധി സമ്പത്തിനേക്കാൾ, സ്ഥാനമാനങ്ങളെയും ബഹുമാനങ്ങളെയും കാൾ ദൈവം നൽകിയ വചനത്തിന് പ്രാധാന്യം നൽകുന്നു. അവൻ ദൈവത്തിന് തൻ്റെ ജനത്തോടുള്ള സ്നേഹത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്നു, അവരെ അനുഗ്രഹിക്കുന്നു. ഇന്ന് ദൈവ സ്നേഹത്തെക്കുറിച്ച് ആധികാരികമായി മറ്റുള്ളവരോട് പറയുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ആ ദൗത്യം നിർവഹിക്കുവാൻ നമുക്ക് കഴിയണം. രണ്ടാമതായി, നാവിനെയും കോപത്തെയും നിയന്ത്രിച്ചുള്ള ആശയവിനിമയം. നാവിനെയും കോപത്തെയും നിയന്ത്രിച്ചുള്ള ആശയവിനിമയം. യാക്കോബ് 1-ാം അധ്യായം 17 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നുവെന്നും എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിൽ നിന്നാണ് വരുന്നതെന്നും പറഞ്ഞിരിക്കുന്നു. ദൈവം നിന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. സാഹചര്യങ്ങൾക്കോ പ്രേരണകൾ കൊണ്ടോ അതിനെ മാറ്റം വരുത്തുവാൻ കഴിയുന്നതല്ല. ദൈവം നിന്റെ വചനത്താൽ നമ്മെ സൃഷ്ടിക്കുകയും തൻ്റെ വചനത്തെ നമ്മുടെ ഹൃദയങ്ങളിൽ നടുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നാം ജീവിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദൈവവചനം കേൾക്കുക മാത്രമല്ല, അത് പ്രാവർത്തികമാക്കുകയും വേണം. അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം വ്യർത്ഥമാണ്. നാം സ്വയം നമ്മെ ചതിക്കുകയാണ്. ദൈവവചനത്തിന് അനുസൃതമായി ജീവിക്കുന്നതിന് നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ നാവിന് കടിഞ്ഞാണിടുക എന്നുള്ളതാണ്. ചെറിയ തീ വലിയ കാട് കത്തിക്കുന്നത് പോലെ നമ്മുടെ വാക്കുകൾ നശീകരണശേഷി ഉള്ളതാണ്. അതുകൊണ്ട് കേൾക്കാൻ വേഗതയുള്ളവരും പറയുവാൻ താമസമുള്ളവരും കോപത്തിന് താമസമുള്ളവരും ആയിരിക്കണമെന്നാണ് യേശുവിൻ്റെ സഹോദരനായ യാക്കോബ് നമ്മോട് പറയുന്നത്. കോപം ഒരിക്കലും നല്ലതല്ല, അത് നീതിയെ പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ നാം വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്. മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുന്ന, സാന്ത്വനിപ്പിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കുക. കുറ്റപ്പെടുത്തലും അപകീർത്തിപ്പെടുത്തുന്നതുമായ വാക്കുകൾ ഒഴിവാക്കുക. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുക. മൂന്നാമതായി, പാപത്തെ വെറുക്കുകയും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ചെയ്തുകൊണ്ടുള്ള ആശയവിനിമയം. പാപത്തെ വെറുക്കുകയും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ചെയ്തുകൊണ്ടുള്ള ആശയവിനിമയം. യോഹന്നാൻ 8-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ ശാസ്ത്രിമാരും പരീശന്മാരും ചേർന്ന് അവളെ ന്യായം വിധിക്കേണ്ടതിനായി യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നു. വ്യഭിചാരം എന്നാൽ ഭർത്താവോ ഭാര്യയോ അല്ലാത്ത വ്യക്തിയുമായുള്ള ബന്ധമാണ്. ഇന്നും ഇതുപോലെയുള്ള സദാചാര പോലീസുകൾ ധാരാളമുണ്ട്. സ്വന്തം കുറ്റങ്ങളെ മറച്ചുവെച്ച് മറ്റുള്ളവരിൽ കുറ്റം കണ്ടെത്തുവാൻ ശ്രമിക്കുന്നു. ന്യായപ്രമാണപ്രകാരം വ്യഭിചാരം ചെയ്യുന്ന സ്ത്രീ മാത്രമല്ല, പുരുഷനും കുറ്റക്കാരനാണ്. രണ്ടുപേരെയും കല്ലെറിഞ്ഞു കൊല്ലണം എന്നായിരുന്നു നിയമം. എന്നാൽ ഇവിടെ സ്ത്രീയെ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. എന്നാൽ യേശുവിൻ്റെ മറുപടി വളരെ വ്യക്തമായിരുന്നു. നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ. ഇത് കേട്ട് ഓരോരുത്തരായി പിൻവാങ്ങിപ്പോയി. യേശുവും സ്ത്രീയും മാത്രം ശേഷിച്ചു. സ്ത്രീയെ, നിനക്ക് ആരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് സ്ത്രീ ഉത്തരം പറഞ്ഞു. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത് എന്ന് യേശു അവളോട് പറഞ്ഞു. ഇവിടെ പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന യേശുവിനെ നാം കാണുന്നു. മറ്റവരെ കുറ്റം വിധിക്കുവാൻ നാം ആരും യോഗ്യരല്ല. സ്വന്തം കുറവുകൾക്ക് പരിഹാരം കണ്ടെത്താനാണ് നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. ഇവിടെ ന്യായപ്രമാണത്തെ ആധികാരികമായ ആശയവിനിമയത്തിലൂടെ യേശു വ്യാഖ്യാനിക്കുന്നു. ഇപ്രകാരം ലോകത്തിൻ്റെ വെളിച്ചമായ ജീവൻ നൽകുന്ന യേശുവിനെ അനുഗമിക്കുവാനും നാം അനുഭവിക്കുന്ന ദൈവസ്നേഹം മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുവാൻ നമുക്ക് കഴിയണം. ദൈവസ്നേഹത്തെ ആധികാരികമായ ആശയവിനിമയത്തിലൂടെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രതിഫലിപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതാണ്. ദൈവശബ്ദം ശ്രവിച്ചുകൊണ്ട് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആശയവിനിമയം നടത്തുക. ആശയവിനിമയം അനുഗ്രഹിക്കപ്പെട്ടതാകണമെങ്കിൽ നമ്മുടെ നാവിനെയും കോപത്തെയും നിയന്ത്രിക്കുവാൻ കഴിയണം. ക്രിസ്തീയ ജീവിതത്തിൽ പാപത്തോട് അകലം പാലിക്കുന്നവരും എന്നാൽ വ്യക്തികളെ സ്നേഹിക്കുന്നവരുമാകുവാൻ നമുക്ക് കഴിയണം. ഇപ്രകാരം ശരിയായ ആശയവിനിമയത്തിലൂടെ ദൈവസ്നേഹത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.